അപ്പോൾ ഇന്ന് നമുക്ക് പ്രിവ്യൂ കണ്ട പോലെ തന്നെ ഒരു മെസ്സേജ് പോപ്പ് ആനിമേഷൻ എങ്ങനെ എലൈറ്റ് മോഷൻ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ 16:9 എന്നുള്ള ഈ റേഷ്യോയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. ദെൻ ഇതിലേക്ക് നമുക്ക് ഒരു റെക്ടാങ്കിൾ ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ കളർ ഒന്ന് മാറ്റിയിട്ട് ഒരു ഡാർക്ക് ഗ്രേ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ ഡ്യൂറേഷൻ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 15 സെക്കൻഡ് ആക്കി കൊടുക്കുക. ഓക്കെ ഫൈൻ. ദെൻ ഇതിലേക്ക് നമുക്കൊരു റൗണ്ടഡ് റെക്ടാങ്കിൾ ആഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എക്സിന്റെ വാല്യൂ ഒരു 375 കൊടുക്കുന്നുണ്ട്. അതേമാതിരി വൈന്റെ വാല്യൂ ഒരു 52 കൊടുക്കുന്നുണ്ട്. റേഡിയസ് വന്നിട്ട് ഒരു 60 കൊടുക്കുക. ഓക്കെ ഫൈൻ. എന്നിട്ട് അതിന്റെ കളർ ഒന്ന് മാറ്റി ഇങ്ങനത്തെ ഒരു ബ്ലൂ കളർ ആക്കി കൊടുക്കുക. ദെൻ ഇതിലേക്കൊരു റെക്ടാങ്കിൾ ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ റെക്ടാങ്കിളിനെ ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് സൈഡിൽ മുകളിലേക്ക് ആക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ. അതിനുശേഷം ഈ റെക്ടാങ്കിളിന്റെ കളർ മാറ്റിയിട്ട് ആദ്യത്തെ റൗണ്ട് റെക്ടാങ്കിളിന്റെ കളർ തന്നെ ആക്കി കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ആഡ് ആക്കി കൊടുക്കുക. ദെൻ കളർ ഒന്ന് മാറ്റി വൈറ്റ് ആക്കുക. ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ. നമുക്ക് ഈ ടെക്സ്റ്റിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഇമോജി കൂടി സെറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഒന്നും കൂടി ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ. അതിനുശേഷം ഇമോജി ആഡ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റിന്റെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ. നമ്മളിവിടെ അനേക് എന്ന് പറഞ്ഞൊരു മലയാളം ഫോണ്ടാണ് ആഡ് ചെയ്തത്. ഫോണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഫോണ്ടും നമ്മളിവിടെ യൂസ് ചെയ്ത ഇമോജിയും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ ഈ 4 ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ ഡ്യൂറേഷൻ 15 ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഗ്രൂപ്പ് ആക്കുക. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് ആയിട്ട് മുകളിലേക്ക് ആക്കിയിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ. ദെൻ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് പോവുക. എന്നിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ടെക്സ്റ്റ് അവിടെ ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ടെക്സ്റ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച് തന്നെ റെക്ടാങ്കിളിൻ്റെ സൈസും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഗ്രേ കളർ കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഈ ടെക്സ്റ്റ് ആദ്യത്തെ ടെക്സ്റ്റിൻ്റെ തൊട്ടടിയിലായിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ ഫൈൻ. ദെൻ രണ്ടാമത്തെ ടെക്സ്റ്റ് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് എഡിറ്റ് ഗ്രൂപ്പ് പോവുക. എഡിറ്റ് ഗ്രൂപ്പ് പോയിട്ട് അടുത്ത ടെക്സ്റ്റ് ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച് തന്നെ റെക്ടാങ്കിളിൻ്റെ വലുപ്പം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ടെക്സ്റ്റിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അടുത്ത ഇമോജിയും കൂടി ആഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക.
എന്നിട്ട് വീണ്ടും റെക്റ്റാങ്കിളിൻ്റെ കളർ മാറ്റിയിട്ട് ബ്ലൂ ആക്കി കൊടുക്കുക. ദെൻ ഈ ടെക്സ്റ്റ് രണ്ടാമത്തെ ടെക്സ്റ്റിൻ്റെ തൊട്ടടിയിലായിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ടെക്സ്റ്റ് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എഡിറ്റ് ഗ്രൂപ്പിൽ പോവുക, അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ദെൻ വീണ്ടും ടെക്സ്റ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച് റെക്റ്റാങ്കിൾ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്ത ഇമോജിയും കൂടി ആഡാക്കി കൊടുക്കുക. റെക്റ്റാങ്കിളിൻ്റെ കളറ് വീണ്ടും മാറ്റി ഗ്രേ ആക്കി കൊടുക്കുക. ദെൻ ഈ ടെക്സ്റ്റ് മൂന്നാമത്തെ ടെക്സ്റ്റിൻ്റെ തൊട്ടടിയിലായിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ. എന്നിട്ട് വീണ്ടും ആ ടെക്സ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് പോവുക. എഡിറ്റ് ഗ്രൂപ്പ് പോയിട്ട് അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച് തന്നെ റെക്റ്റാങ്കിളിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ഇമോജിയും കൂടി ആഡാക്കി കൊടുക്കുക. ദെൻ റെക്റ്റാങ്കിളിൻ്റെ കളർ വീണ്ടും ബ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ടെക്സ്റ്റ് മൂന്നാമത്തെ ടെക്സ്റ്റിൻ്റെ തൊട്ടടിയിലായിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി ആദ്യത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് 0ലും 1ലും ഒരു കീ ഫ്രെയിം ഇടുക. എന്നിട്ട് 0ൽ ഒപ്പാസിറ്റി 0 ആക്കി കൊടുക്കുക. എന്നിട്ട് ഗ്രാഫിൽ വന്നിട്ട് ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്യുക. ഓക്കെ. ദെൻ രണ്ടാമത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് 3ലൊരു കീ ഫ്രെയിം ഇടുക, 4ലൊരു കീ ഫ്രെയിം ഇടുക. ആദ്യത്തെ കീ ഫ്രെയിമിന്റെ അവിടെ വന്നിട്ട് ഒപ്പാസിറ്റി 0 ആക്കി കൊടുക്കുക. ദെൻ ഗ്രാഫിൽ വന്നിട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്ത ഗ്രാഫ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൂന്നാമത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് 6ലും 7ലും കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. ദെൻ ആദ്യത്തെ കീ ഫ്രെയിമിന്റെ അവിടെ വന്നിട്ട് ഒപ്പാസിറ്റി 0 ആക്കി കൊടുക്കുക. ഗ്രാഫ് സെയിം ഗ്രാഫ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ദെൻ നാലാമത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരിക. 9ലും 10ലും കീ ഫ്രെയിം ആഡ് ആക്കി കൊടുക്കുക. ആദ്യത്തെ കീ ഫ്രെയിമിന്റെ അവിടെ ഒപ്പാസിറ്റി 0 ആക്കി കൊടുക്കുക. ദെൻ സെയിം ഗ്രാഫ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അഞ്ചാമത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് 11ലും 12ലും കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ കീ ഫ്രെയിമിന്റെ അവിടെ വന്നിട്ട് ഒപ്പാസിറ്റി 0 ആക്കുക. ദെൻ സെയിം ഗ്രാഫ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് നൾ ആഡാക്കി കൊടുക്കണം. അതിനുവേണ്ടി ഒബ്ജക്റ്റ് ആൻഡ് എലമെന്റ്സിൽ പോവുക. എന്നിട്ട് ഒരു നൾ ലെയർ ആഡാക്കി കൊടുക്കുക. ഓക്കെ. ദെൻ ആദ്യത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നള്ളായിട്ട് പെയർ ചെയ്യുക. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പും സെലക്ട് ചെയ്ത് നള്ളായിട്ട് പെയർ ചെയ്യുക.
ഓക്കെ ഫൈൻ. ദെൻ നൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. ഓക്കെ. ദെൻ ഒന്നാമത്തെ സെക്കൻഡിൽ പോയിട്ട് കറക്റ്റ് ഇതിൽ കാണിക്കുന്ന മാതിരി തന്നെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ ഈ ഒരു ഗ്രാഫും കൂടി ആഡാക്കി കൊടുക്കുക. ഓക്കെ. അതിനുശേഷം മൂന്നാമത്തെ സെക്കൻഡിലേക്ക് പോവുക. അവിടെ ഒരു കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നാലാമത്തെ സെക്കൻഡിലേക്ക് വന്നിട്ട് മുകളിലേക്ക് കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കുക. ദെൻ ഗ്രാഫിൽ വരിക. ഗ്രാഫിൽ വന്നിട്ട് നമ്മൾ നേരത്തെ ആഡാക്കി കൊടുത്ത സെയിം ഗ്രാഫ് തന്നെ ആഡാക്കി കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ആറാമത്തെ സെക്കൻഡിലേക്ക് വന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ഇട്ടെടുക്കുക. ദെൻ ഏഴാമത്തെ സെക്കൻഡിലേക്ക് വന്നിട്ട് മുകളിലേക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെയിം ഗ്രാഫ് തന്നെ ആഡാക്കി കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഒമ്പതാമത്തെ സെക്കൻഡിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പത്താമത്തെ സെക്കൻഡിലേക്ക് വന്നിട്ട് മുകളിലേക്ക് കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെയും സെയിം ഗ്രാഫ് തന്നെ ആഡാക്കി കൊടുക്കുക. ഓക്കെ. അതിനുശേഷം 11ാമത്തെ സെക്കൻഡിലേക്ക് വരിക. എന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡാക്കി കൊടുക്കുക. ദെൻ 12ാമത്തെ സെക്കൻഡിൽ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് വീണ്ടും ഗ്രാഫിൽ വന്നിട്ട് നമ്മൾ സെയിം ഗ്രാഫ് ആഡാക്കി കൊടുക്കുക. ഓക്കെ. അപ്പം നമ്മളെ വർക്ക് ഇവിടെ ഫിനിഷ് ആയാണ്. ഇതാണ് നമ്മളെ ഫൈനൽ ഔട്ട്. ലാഗിൻ്റെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ ഫൈനൽ ഔട്ട് കാണുമ്പോൾ ക്വാളിറ്റീൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. സോ ഇത് നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഫൈനൽ ഔട്ട് ഒന്ന് കണ്ടുനോക്കാം. ഓക്കെ. നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ വർക്കിന് ഒന്നും കൂടി ഒരു ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സൗണ്ട് എഫക്റ്റും കൂടി ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം. കറക്റ്റ് മെസ്സേജ് പോപ്പ് ആവാൻ തുടങ്ങുന്ന ആ ഭാഗത്ത് സൗണ്ട് എഫക്റ്റ് ആഡാക്കി കൊടുക്കുക. ഓക്കെ ഫൈൻ. ദെൻ നമുക്ക് ഈ വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് നമ്മളെ ഫൈനൽ ഔട്ട്. വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.